ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം 6th സെമസ്റ്ററിലെ കോർ കോഴ്സായിട്ടുള്ള പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ്. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കിഴക്കൻ ദേശത്ത് ഉടലെടുത്തിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നാണ്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാശ്ചാത്യ ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ദേശങ്ങളിൽ, അതായത് ഗ്രീക്ക് സാഹിത്യത്തിൽ ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ പഠിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ് എന്നൊക്കെ. അവരുടെ കഥാർസിസ്, അനുകരണ സിദ്ധാന്തം, ഉദാത്തത തുടങ്ങിയ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ പൗരസ്ത്യ ദേശങ്ങളിൽ ഉടലെടുത്തിട്ടുള്ള ഭാരതീയ അലങ്കാരികന്മാർ ചമച്ചിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഭാരതീയ ആചാര്യരിൽ പ്രസിദ്ധരായ ചില ആചാര്യന്മാരാണ് ദണ്ഡി, അതുപോലെ പാണിനി, യാസ്കൻ, ഭാമഹൻ, രുദ്രടൻ, വാമനൻ, രാജശേഖരൻ, അതുപോലെ ആനന്ദവർദ്ധനൻ. അങ്ങനെ ഒരുപാട് ആചാര്യന്മാരെ കുറിച്ചും അവരുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ ഇതിനു മുൻപ് നിങ്ങൾ കേട്ടിട്ട് പരിചയം ഉണ്ടാകും. അതുപോലെ അവരുടെ അലങ്കാര സിദ്ധാന്തം, രീതി സിദ്ധാന്തം, ഗുണസിദ്ധാന്തം, വൃത്തം, പ്രാസം, കവിത എങ്ങനെയാണ് ചമക്കേണ്ടത്, അതുപോലെ മഹാകാവ്യങ്ങളും ചമ്പു കാവ്യങ്ങളും ഒക്കെ ഉടലെടുത്തിരുന്ന ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായി പഠിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ച ആചാര്യന്മാരെക്കുറിച്ചും അവരുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം ഗഹനമായി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലക്ക് ഒരു കവിത അത് ചമച്ചിരിക്കുന്ന അതിൻ്റെ സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കവി എന്ന ശബ്ദത്തെക്കുറിച്ച് അല്ലെങ്കിൽ കവിത എന്ന ശബ്ദത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പണ്ട് ഭാരതത്തിൽ വളരെയധികം ശ്രേഷ്ഠ പദവി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കവി. എന്ത് എഴുതിയാലും ഗദ്യ പദ്യ വ്യത്യാസമില്ലാതെ എന്തെഴുതിയാലും അവരെ കവി എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. കവികൾക്ക് രാജസദസ്സിലും മറ്റും വളരെയധികം ശ്രേഷ്ഠമായ പദവിയാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരെല്ലാം അവരെ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവർ ഉദാരമായി സംഭാവനകളും അതുപോലെ സമ്മാനങ്ങളും ഒക്കെ നൽകിയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൽ വലിയൊരു പദവി, വലിയൊരു ശ്രേഷ്ഠ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പദവിയാണ് സമൂഹത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സംഘകാലത്തിലെ ഒരു രാജാവിനെ പറ്റി പുകഴ്ത്തി എഴുതിയ കവിക്ക് കണ്ണെത്താവുന്നിടത്തോളം ഭൂമിയാണ് അദ്ദേഹം സമ്മാനമായി നൽകിയത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ കവികൾക്ക് വളരെയധികം സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ കവിത എഴുതുക എന്നുള്ള ധർമ്മം മഹത്തായ ഒരു കാര്യമായിട്ട് പണ്ടത്തെ ആചാര്യന്മാരും ഭാരതീയന്മാരും വിശ്വസിച്ചിരുന്നു. അപ്പോൾ കവി എന്ന പദം ഉണ്ടായത് കാവ്യ എന്ന ധാതുവിൽ നിന്നാണ്. കാവ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണിക്കുക എന്നുള്ളതാണ് കാവ്യ. അപ്പോൾ കാവ്യം, കവി, കവിത ഇതൊക്കെ എന്താണ്? ഒരേ ധാതുവിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള പദങ്ങളാണ്. കവിയുടെ കർമ്മമാണ് എന്ത്? കവിത. കവിയുടെ കർമ്മമാണ് കവിത. അപ്പോൾ പദനിഷ്പത്തി മനസ്സിലായില്ലേ? ഇനി അടുത്തതായി നാൻ ഋഷി കവി എന്ന് പറഞ്ഞാൽ എന്താണ്? കവിയെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്, അന്നത്തെ ഒരു സങ്കല്പമാണ് ഋഷി അല്ലാത്തവൻ കവിയല്ല എന്നുള്ളത്. അതായത് ഋഷിയോളം അല്ലെങ്കിൽ ബ്രഹ്മാവിനോളം ഒരു ക്രിയേറ്ററാണ്. ക്രിയേറ്റിവിറ്റി ആരുടെ കഴിവാണ്? ബ്രഹ്മാവിൻ്റെ. അല്ലെങ്കിൽ സൃഷ്ടികർമ്മം, സൃഷ്ടിക്കുക എന്നുള്ളത് ഈശ്വരൻ്റെ കർമ്മമായതുകൊണ്ട് തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ എന്താണ്? ഈശ്വരത്വം അല്ലെങ്കിൽ ദൈവീകമായ ഒരു കഴിവുണ്ട്, ഋഷിയാണവൻ, തപസ്വിയാണവൻ എന്നുള്ള ഒരു സങ്കല്പം അന്ന് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കുക. കവി എന്ന പദത്തിന് ലിംഗഭേദമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു കവി. ഇന്ന് അത് കവിയത്രി എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ഒരു പൂവിൻ്റെ ദളചലനത്തിലൂടെ വസന്തത്തിൻ്റെ ആഗമനം തിരിച്ചറിയുന്നവനാവണം കവി. എന്താണ്?
ഒരു പൂവിൻ്റെ ദളങ്ങൾ അനങ്ങുന്നത് കണ്ട് പ്രകൃതിയുടെ മാറ്റം ഒരു കവി തിരിച്ചറിയും. അപ്പോൾ യാസ്കാചാര്യൻ്റെ അഭിപ്രായത്തിൽ ക്രാന്തദർശിയും മേധാവിയുമാണ് കവി. മേധാവി എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാൻ, സാധാരണക്കാർക്കുള്ള ബുദ്ധിയേക്കാൾ ഭാവനയാൽ ചിന്തിച്ച് ഭാവനയാൽ ഒരു സമാന്തരമായ ലോകം സൃഷ്ടിക്കാനുള്ള കഴിവുള്ളവനാണ് ആര്? കവി എന്നാണ് പറയുന്നത്. അനന്തമായ ഈ ഒരു കാവ്യപ്രപഞ്ചത്തിൽ ആരാണ് സൃഷ്ടാവ്? കവിയാണ് അവിടുത്തെ സൃഷ്ടാവ്. ഈ കവിയുടെ ഇച്ഛക്കൊത്ത് അല്ലെങ്കിൽ കവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ആ പ്രപഞ്ചം പരിവർത്തനം ചെയ്യുകയുള്ളൂ. ആനന്ദവർദ്ധനൻ്റെ അപാരേ കാവ്യ സംസ്കാരേ കവിരേവ പ്രജാപതി യഥാ സൈമരോജതേ വിശ്വം യഥേദം പരിവർത്തതേ എന്ന ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. കവിയുടെ ഇച്ഛക്കൊത്ത് മാത്രമേ കാവ്യപ്രപഞ്ചത്തിൽ ഒരു ചലനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പണ്ടത്തെ ആചാര്യന്മാരെല്ലാം കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇനി ഈ ആചാര്യന്മാരുടെ സിദ്ധാന്തങ്ങളൊക്കെ ഗുണദോഷ വിചിന്തനത്തിലാണ് എന്തുള്ളത്, അതാണ് അതിൻ്റെ ബേസ്, അതായത് അടിസ്ഥാനം. ഗുണദോഷങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്? വിശകലനം ചെയ്യുന്നത്. നാടകം, ചമ്പു, കാവ്യം, മഹാകാവ്യം തുടങ്ങിയ സാഹിത്യശാഖകളൊക്കെ വികാസം പ്രാപിച്ചതോടെ അവയുടെ ഗുണദോഷ വിചിന്തനവും അതുപോലെ വർഗീകരണവും ഒക്കെ അനിവാര്യമായി തീർന്നതാണ് അന്നത്തെ കാവ്യതൽപരരായ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ആഴമേറിയ പഠനങ്ങൾക്കും മനനങ്ങൾക്കും ഒക്കെ തയ്യാറാവാൻ അവർക്ക് എന്തുണ്ടായത്? പ്രചോദനം ആയത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? കാലാതിവർത്തിയായ അനശ്വര ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. സംസ്കൃത സാഹിത്യത്തിൽ എന്നതുപോലെ തന്നെ തമിഴിലും മറ്റ് പൗരാണിക ഇന്ത്യൻ ഭാഷകളിലും ഇത്തരം പഠന ഗവേഷണ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ സംസ്കൃത സാഹിത്യത്തിലാണ് കൂടുതൽ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൗരാണിക ഇന്ത്യൻ കാവ്യശാസ്ത്രത്തെ സംസ്കൃതത്തിലെ ഗ്രന്ഥങ്ങളിലും അതുപോലെ വൈയാകരണന്മാരിലും ഒക്കെ ഒതുങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്, അല്ലേ? പൗരസ്ത്യ കാവ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു രീതിയാണ്, ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓറിയൻ്റ് എന്ന് പാശ്ചാത്യന്മാർ നമ്മളെ പറയാറുണ്ട്, അല്ലേ? ഓറിയൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലോജിക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ ഓറിയൻ്റൽ എന്ന് പറയാം. അപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു കാവ്യ സമീക്ഷ എന്ന് പറയുന്നത് ഏതാണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള പ്രാചീന കാവ്യ സമീക്ഷ ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. പിന്നെ ഇന്ത്യൻ കാവ്യശാസ്ത്ര ചിന്തകളുടെ ആധാരശിലയായിട്ടാണ് നമ്മുടെ നാട്യശാസ്ത്രം അറിയപ്പെടുന്നത്, അല്ലേ? നടനകലയെ സംബന്ധിച്ചെന്ന പോലെ കാവ്യശാസ്ത്രത്തെ പറ്റിയുള്ള പ്രാമാണിക ഗ്രന്ഥമായി നാട്യശാസ്ത്രം ഇന്നും പരിഗണിക്കപ്പെടുന്നു. നാട്യശാസ്ത്രത്തിലെ വാഗാഭിനയം എന്ന 17-ാം അധ്യായത്തിൽ ലക്ഷണങ്ങൾ, അലങ്കാരങ്ങൾ, ദോഷങ്ങൾ, ഗുണങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ചെയ്തിട്ടുള്ള ശാസ്ത്രീയ നിരൂപണം എടുത്തു പറയേണ്ടതാണ്. നാട്യശാസ്ത്രത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് 500-ാം ആണ്ടിനടുത്താണെന്ന് മനോമോഹൻ ഘോഷ് എന്ന പണ്ഡിതൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭ്യൂഹിച്ചിട്ടുണ്ട്. ഭരതമുനിക്ക് ശേഷമുണ്ടായിട്ടുള്ള പദ്ധതികളെല്ലാം നാട്യശാസ്ത്രത്തിൽ നാമ്പെടുത്ത ചിന്തകളുടെ വ്യാഖ്യാനമോ വിപുലീകരണമോ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ കാവ്യ ശരീരത്തെപ്പറ്റിയും കാവ്യ ആത്മാവിനെ കുറിച്ചുമുള്ള നിരവധി സിദ്ധാന്തങ്ങൾ പൗരാണിക ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവയിൽ 8 സിദ്ധാന്തങ്ങളാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. 1 അലങ്കാര സിദ്ധാന്തം, 2 ഗുണസിദ്ധാന്തം, 3 രീതി സിദ്ധാന്തം, 4 ധ്വനി സിദ്ധാന്തം, പിന്നെ അനുമാനം, വക്രോക്തി, ഔചിത്യം, രസം. ഇത്രയുമാണ് എടുത്തു പറയേണ്ട 8 സിദ്ധാന്തങ്ങൾ. അവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അലങ്കാരം, ഗുണം, രീതി, ധ്വനി, അനുമാനം, വക്രോക്തി, ഔചിത്യം, രസം. അപ്പോൾ ഇത്രയും സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഏതൊക്കെ ആചാര്യന്മാർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള 1-ാമത്തെ കാവ്യമീമാംസാ ഗ്രന്ഥം എന്ന് പറയുന്നത് ഭാമഹൻ്റെ കാവ്യാലങ്കാരം ആണ്. ഏതാണ്? ഭാമഹൻ എന്ന മഹർഷി എഴുതിയിട്ടുള്ള കാവ്യാലങ്കാരമാണ്.
അതിനുശേഷം ഉദ്ഭടൻ എന്ന പണ്ഡിതൻ്റെ കാവ്യാലങ്കാര സംഗ്രഹം. പിന്നെയോ രുദ്രടൻ്റെ കാവ്യാലങ്കാരം. ശ്രദ്ധിക്കുക, ഭാമഹൻ്റേതും കാവ്യാലങ്കാരമാണ്, രുദ്രടൻ്റേതും കാവ്യാലങ്കാരമാണ്. അപ്പോൾ ഇത്തരം കൃതികളിലാണ് അലങ്കാര സിദ്ധാന്തം വളർന്നു വന്നത്. ദണ്ഡിയുടെ കാവ്യാദർശത്തിലാണ് ആദ്യമായി രീതി സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തിയിലാണ് അത് പ്രതിഷ്ഠ നേടുന്നത്. അപ്പോൾ രീതി സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത് ദണ്ഡിയുടെ കാവ്യാദർശത്തിലാണ്, വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തിയിലാണ് രീതി സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത്. ആനന്ദവർദ്ധനനാണ് ധ്വനി സിദ്ധാന്തത്തിൻ്റെ പ്രചാരകൻ അല്ലെങ്കിൽ അവതാരകൻ എന്ന് പറയാം. ആനന്ദവർദ്ധനൻ്റെ ഗ്രന്ഥം ഏതാണ്? ധ്വന്യാലോകമാണ്. ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകത്തിലാണ് ധ്വനി സിദ്ധാന്തം വ്യവസ്ഥാപിതമാകുന്നത്. ഇതുകൂടാതെ നിങ്ങൾ കാവ്യമീമാംസ എന്ന് പറയുന്ന ഒരു സാഹിത്യ നിരൂപണ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടി കേട്ടിട്ടുണ്ടാകും. അത് രചിച്ചിരിക്കുന്നത് രാജശേഖരനാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? മുൻപുണ്ടായിരുന്ന കാവ്യ നിരൂപണങ്ങളെയെല്ലാം ഒരുമിച്ച് സംഗ്രഹിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ ഉൾച്ചേർത്തു. അതാണ് കാവ്യമീമാംസ. അതൊരു കവിശിക്ഷാ ഗ്രന്ഥം എന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് മുൻപ് 6 അല്ലെങ്കിൽ 7 നൂറ്റാണ്ടുകൾ തൊട്ട് 10ാം ശതകം വരെയുള്ള ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹിത്യ ആചാര്യന്മാർ, സാഹിത്യ നിരൂപകന്മാരെക്കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ് ഞാനിപ്പോൾ പ്രതിപാദിച്ചത്. 12 മുതൽ 17 വരെയുള്ള ദശകങ്ങളിൽ എന്താണ് ഒരു അനുവർത്തന ദശ എന്നാണ് ആ ഒരു ദശകങ്ങളെക്കുറിച്ച് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യമുണ്ടായിരുന്ന സാഹിത്യാചാര്യന്മാരുടെ സിദ്ധാന്തങ്ങളെ ഒന്നുകിൽ അതിനെ അനുവർത്തിക്കുക, അതല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കുക എന്നുള്ള നിലക്കാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മമ്മടഭട്ടൻ്റെ കാവ്യപ്രകാശത്തിന് തന്നെ 75-ലധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ എന്നാണ് പറയുന്നത്. ഇനി ആ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കളും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കാവ്യാലങ്കാരം ഭാമഹൻ, അതാണ് ആദ്യമായി അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാമത്തെ കാവ്യമീമാംസാ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഉദ്ഭടൻ്റെ കാവ്യാലങ്കാര സംഗ്രഹം, രുദ്രടൻ്റെ കാവ്യാലങ്കാരം, ദണ്ഡിയുടെ കാവ്യാദർശം, വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി, ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകം, രാജശേഖരൻ്റെ കാവ്യമീമാംസ, മമ്മടഭട്ടൻ്റെ കാവ്യപ്രകാശം, വിശ്വനാഥൻ്റെ സാഹിത്യദർപ്പണം, ജഗന്നാഥ പണ്ഡിതൻ്റെ രസഗംഗാധരം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാവ്യ നിരൂപണ ഗ്രന്ഥങ്ങളാണ് അല്ലെങ്കിൽ സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു സെഷനിൽ ഇത്രയുമാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.